സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി സീതത്തോട്. ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ കുറേ അധികം പേർക്കറിയാം. ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾക്കും അവിടുത്തെ കുടുംബത്തിനുമൊക്കെ ഭയങ്കരമായിട്ട് ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. ആദ്യത്തെ സമയത്തൊക്കെ ഒരു കല്യാണം കഴിച്ചു, ഫസ്റ്റ് ഒരു കല്യാണം കഴിച്ചു. ആ ഒരു കല്യാണം ഭയങ്കരമായിട്ടുള്ള ഉപദ്രവവും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് പിരിയേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷത്തോടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2-3 ദിവസം മുമ്പ് ഈ ഒരു ദീപ്തിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ്. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലിൽ മാറി മാറി കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടുകാർ മൊത്തം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്, ഞാൻ പറയുന്നതായിരിക്കും. ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ അമ്മയൊന്ന് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവരും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് കുറേയധികം പേര് കമൻസും കാര്യങ്ങളും ചോദിക്കുക എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇനി ദീപ്തിക്ക് വലിയ ഇഷ്യൂ ആണോ, ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേയധികം കമൻസും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ദീപ്തി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആ ഒരു പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള ടൈമിൽ കൂടാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നാണ് ദീപ്തി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുവരെ എന്താണ് അസുഖമെന്നോ ആണോ അതോ വേറെ വല്ലതും ആണോ എന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി പറയും എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടി ഒരു വീഡിയോ ചിലപ്പോൾ ഇടായിരിക്കും, എന്തായിരിക്കും പ്രശ്നമോ കാര്യങ്ങളോ ഉള്ളത്. പക്ഷേ എന്തായാലും ഫാൻസ് ഭയങ്കരമായിട്ട് എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സഹായമൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന ഒരാളാണ്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം ഇതേ കണക്ക് ആദിവാസികളായിട്ടുള്ളവർക്ക് കുടുംബത്തിന് അവരെ കുട്ടികൾക്ക് പഠനത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രമാത്രം ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദീപ്തിക്ക് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ കുറേയധികം പേർക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്നിരുന്നാലും ദീപ്തി പറഞ്ഞ കണക്ക് തന്നെ പ്രാർത്ഥിക്കുക. അവർക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്നറിയുന്നില്ല. എന്നാലും അവർ ആ ഒരു ആരോഗ്യസ്ഥിതി അതൊക്കെ നേരെയാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. സോ ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ന്യൂസോ കാര്യങ്ങളോ അന്നന്ന് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നേരത്തെ തന്നെ ന്യൂസും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും.